നല്ല വിശേഷം. നമ്മുടെ എന്താ പറഞ്ഞ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഇത്രയും വലിയൊരു ഉത്സവം. ഉത്സവത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ കൽപ്പാത്തി തേര്. തമിഴില് ചൊവ്വയിലാണ് ഇതൊക്കെ നടത്തുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു 15 ദിവസമായി ജനങ്ങൾ എന്നിട്ട് തിങ്ങി കൂടുക. ഈ വർഷം ഒരുപാട് തിരക്കാണ്. അതുമല്ല നമുക്കിപ്പോ ഈ ഇടയിൽ 2 ലീവ് കിട്ടി ഗവൺമെന്റിന്റെ. സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും കൊണ്ട് ഒരു തേരിന്റെ തിരക്കുണ്ടായിരുന്നു ജനങ്ങൾക്ക്. തേര് വീതി പല ഭാഗത്തും ജനങ്ങൾ വന്ന് തിങ്ങി നിറയുന്നുണ്ട്. അതിനൊപ്പം കച്ചവടക്കാരും. അതിഗംഭീരമായൊരു തേരാണ്. 13-ാം തീയതി, 14, 15. 15-ാം തീയതി നമ്മുടെ കൽപ്പാത്തി സെന്ററില് 5 തേരും വന്ന് സംഗമിക്കും. അതാണ് തേര് സംഗമം. അത് കാണാൻ ആയിരക്കണക്കായ ജനങ്ങള് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്, കേരളം, വെളിനാട്ടിൽ നടക്കുക. അവര് വന്ന് ഇവിടെ വന്ന് തമ്പടിക്കുക. പാലക്കാട്ടില് ഒരു റൂമും ഉണ്ടാവില്ല, എല്ലാം ബുക്കിംഗ് ആയിരിക്കും. അതേമാതിരി ഗ്രാമവീഥികളൊക്കെ കോലങ്ങളും പൂക്കള് കൊണ്ടും വിശേഷം പറഞ്ഞ ഒരു മാസം കൽപ്പാത്തി തേരിന്റെ ഒരു മാസമാണ്. അതേമാതിരി കച്ചവടക്കാർക്കും ഭഗവാൻ നല്ലോണം കച്ചവടം. അതുമല്ല നമ്മളിവിടെ വന്ന് പുഴയിൽ വന്ന് കുളിച്ച് ആ ഭഗവാനെ ഞങ്ങൾ തൊഴുതാൻ കാശിയിൽ പോയിട്ട് വന്ന മതി. കാശിയിലെ പാതിയാണ് ഈ കൽപ്പാത്തി പറയുന്നത്. ഇവിടെ അഗ്രഹാരങ്ങളിൽ 5 അമ്പലമുണ്ട്. മാട്ടുമന്ദിരം ഗണപതി, കൃഷ്ണൻകോവില്, മറ്റേ ആഞ്ജനേയരുടെ അമ്പലം, കുണ്ടത്ത് ശിവൻ, കുണ്ടിലപ്പം പറയും, ശിവനും പാർവതിയും. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെക്കാട്ടി ഒരു ഗംഭീരമാണ് കൽപ്പാത്തി പുഴ. ആ പുഴ കാണാനും അതേമാതിരി നല്ല രസമാണ്. കൽപ്പാത്തിന്റെ എല്ലാ ചരിത്രവും നിങ്ങൾ പഠിച്ചു വെച്ചു. കാരണം ഞങ്ങൾ ഇവിടെ ഈ പൊരിയും മിഠായും കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വരാൻ ഞങ്ങളുടെ മുത്തശ്ശിമാരും മുത്തപ്പന്മാരുടെ സമയത്ത് വരാൻ തുടങ്ങി. ഞാൻ വന്ന് 35 വർഷമായി. 35 വർഷമായി ഞങ്ങള് ഈ കൽപ്പാത്തി തേര് ഈ നവംബർ മാസം 2-ാം തീയതി 3-ാം തീയതി എപ്പോ ആവും പറഞ്ഞിട്ട് കാത്തോണ്ടിരിക്കും. കാരണം കൽപ്പാത്തി വരാൻ, ഈ പുഴയിൽ കുളിക്കാൻ, ആ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ. ഈ മറ്റേ ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ സേവ, ബ്രാഹ്മൺസിന്റെ സേവ, ഇലയട, കൊഴക്കട്ട, ഇതൊക്കെ നന്നായി കഴിക്കാനും. അതേമാതിരി എല്ലാ അമ്പലങ്ങളിലും ഭക്ഷണങ്ങള് കൽപ്പാത്തിൽ ഒന്നിനും ഒരു കുറവില്ല. അതേമാതിരി ബ്രാഹ്മൺസുകളും എല്ലാവർക്കും നല്ല ഒരു എന്താ പറയാ എന്ത് ചെയ്യാനും ചെയ്തു കൊടുക്കാനും പറയാനും എല്ലാം ഉണ്ട്. അതേമാതിരി നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും പിന്നെ നമ്മുടെ പാർട്ടിക്കാരും എല്ലാവരും നല്ല അതാണ്. തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയാണ്. പിന്നൊന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടിയാണ്. അതുകൊണ്ട് കൽപ്പാത്തിക്കാരന്റെ വാക്കിന് അവര് വില കൊടുത്ത് 13-ാം തീയതി വെക്കാൻ പറഞ്ഞ ഇലക്ഷനും കൂടി 20-ാം തീയതിക്കാക്കി. അപ്പൊ അതിനെ നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു ഇലക്ഷൻ മാറ്റി വെക്കണമെങ്കിൽ ഈ തേരിന്റെ മഹിമ എത്രത്തോളം ഉണ്ടാവും. കണ്ടിരിക്കുകയാണ് കൽപ്പാത്തി പ്രശസ്തി പറഞ്ഞ ലോകമെമ്പാടുമുള്ള അത് ഗിന്നസ് കയറിയതാണ്. വേൾഡിന്റെ എന്തായാലും കാണാൻ പറ്റിയത് സന്തോഷം. കച്ചവടം ഗംഭീരമാവട്ടെ. അത് ഭഗവാൻ നമ്മൾക്ക് തരും. ആ ഭഗവാൻ നമുക്ക് തരുന്നുള്ള നല്ല ഉറപ്പുണ്ട്. ശരി ശരി. മിഠായി, പൊരി, ഉണ്ടംപൊരി,